അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ യാ ഗുലാം എന്റെ പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ, ചില പദങ്ങൾ പഠിപ്പിച്ചു തരാം. നമ്മുടെ മക്കളുടെ ഷോൾഡറിൽ കൈവച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശമാണിത്. അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെയും സൂക്ഷിക്കും. നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ആളുകളുടെ മുമ്പിൽ മാത്രം സൂക്ഷിച്ചാൽ പോരാ, ആളുകളുടെ മുമ്പിൽ പരസ്യമായ സമയത്ത് മാത്രം സൂക്ഷിച്ചാൽ പോരാ. രഹസ്യമായ സമയങ്ങളിലും പരസ്യമായ സമയങ്ങളിലും എല്ലാ സമയങ്ങളിലും റബ്ബിനെ സൂക്ഷിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ അല്ലാഹു ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. തന്റെ സമുദായത്തോട് പിണങ്ങുകയും എന്നിട്ട് സമുദായത്തോട് പിണങ്ങിക്കൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം നാട് വിടുകയും എന്നിട്ട് കടലിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മത്സ്യത്തിന്റെ വയറ്റിലകപ്പെടുന്നത്. കടലിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുന്നത്. കടലാണ്, കടല് തന്നെ ഇരുട്ടാണല്ലോ, സമുദ്രം തന്നെ ഇരുട്ടാണല്ലോ, പിന്നെ മത്സ്യത്തിന്റെ വയറ്റിനകത്താണ്. فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ആ ഇരുടിന്റെ മറവിൽ കടലിന്റെയും സമുദ്രത്തിന്റെയും ഏറ്റവും അഗാധ ഗർത്തത്തിൽ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ഏറ്റവും അല്ലാഹുവിന് ആവശ്യമുള്ള സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ ഞാൻ അക്രമികളിൽ പെട്ടുപോയി. അല്ലാഹുവേ നീ പരിശുദ്ധനാണ് റബ്ബേ, നീ പരിശുദ്ധനാണ്. സുബ്ഹാനക് നീ പരിശുദ്ധനാണ് നാഥാ. ലാ ഇലാഹ ഇല്ലാ അൻത നീയല്ലാതെ വേറെ റബ്ബില്ല റബ്ബേ, നീയല്ലാതെ വേറെ ഇലാഹില്ല അല്ലാഹ്. അതുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് മത്സ്യത്തിന്റെ വയറ്റത്ത് നിന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ അത്ഭുതമെന്ന് പറയട്ടെ, അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ സംരക്ഷിക്കുകയാണ്. ആർക്കെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ കടലിൽ ഒരു മത്സ്യം വിഴുങ്ങിയാൽ രക്ഷപ്പെടാൻ? എങ്ങനെ രക്ഷപ്പെടും? ഒരു ചാൻസും ഇല്ല. 100% ചാൻസ് ഇല്ല. റബ്ബിനല്ലാതെ വേറൊരാൾക്ക് കഴിയില്ല. ഏത് ഇംപോസിബിൾ ആയ ഒരു സമയമാണെങ്കിലും അസാധ്യമായ സ്ഥലമാണെങ്കിലും ഒരിക്കലും നിങ്ങൾ റബ്ബിന്റെ പ്രതീക്ഷ കൈവിടരുത്. അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹു ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിന്റെ വിശ്വാസം പോലെ, ആത്മാർത്ഥത പോലെ. യൂനുസ് നബി അലൈഹിസ്സലാമിന് ഉറപ്പാണ്, അല്ലാഹു എന്നെ സഹായിക്കും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ ഞാൻ അക്രമികളിൽ പെട്ടുപോയി നാഥാ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തുകയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വർഗീയ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞേക്കുകയും ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും 300 വർഷമാണ് ദുആ ചെയ്തത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. 300 വർഷമാണ് ദുആ ചെയ്തത്. അല്ലാഹുവേ എന്റെ ശരീരത്തോട് ഞാൻ അക്രമം ചെയ്തു റബ്ബേ, എന്റെ ശരീരത്തോട് ഞാൻ അക്രമം ചെയ്തു റബ്ബേ, അതുകൊണ്ട് നീ പുറത്തു തരണേ അല്ലാ എന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും 300 വർഷം ദുആ ചെയ്തു. ആ ഒരു കണ്ണുനീരിൽ നിന്നാണ് ഇഞ്ചിയും ചന്ദനവും ഉഴുതും വളർന്നത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിലാണ്, ശ്രീലങ്കയിലാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത്. ജിദ്ദയിലാണ് നമ്മുടെ ഹവ്വാ ബീവി ഇറങ്ങിയത്. രണ്ടുപേരും കണ്ടുമുട്ടുന്നത് അറഫയിലാണ്. തിരിച്ചറിഞ്ഞത് അവിടെ വെച്ചാണ്. ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ട് 40ഓളം ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാം. ഇന്ത്യയിൽ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കണ്ണുനീരിൽ നിന്നാണ് സ്വന്തം ചന്ദനം
ഇഞ്ചി, ഊദ്, അത്തർ, ഊദും ചന്ദനവും അതുപോലെ ഇഞ്ചിയും വളർന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ കണ്ണുനീരിൽ നിന്നാണ്. 300 വർഷം കരഞ്ഞു എന്നാണ്. അപ്പോഴാണ് അല്ലാഹു ദുആ സ്വീകരിച്ചത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അനേകം തെറ്റ് ചെയ്തു പോയി റബ്ബേ. എന്റെ ശരീരത്തോട് ഞാൻ അതിക്രമം കാണിച്ചു റബ്ബേ, അതുകൊണ്ട് പുറത്തു തരണേ എന്ന് 300 വർഷമാണ് ദുആ ചെയ്ത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത്, ദുആയാണ് പരിഹാരം, പ്രാർത്ഥനയാണ് പരിഹാരം. പ്രാർത്ഥനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. റബ്ബിന്റെ കോടതിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഇന്നല്ലാഹ യൻസിലു റബ്ബുനാ വതആല യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇദ് ദുനിയ. ഏത് സമയത്താണ് ദുആ ചെയ്യേണ്ടത്, ഏത് സമയത്താണ് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. യൻസിലു റബ്ബുനാ തബാറക വതആല, ആകാശലോകങ്ങളിൽ നിന്ന് സർവശക്തനായ റബ്ബ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അത് എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്. പ്രത്യേകമായ ദിവസങ്ങളിലല്ല, ഒരു ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലല്ല, ഒരു റബീഉൽ അവ്വലിന്റെ രാത്രിയിലല്ല, എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു തആല ഇറങ്ങി വരുന്നുണ്ട്. ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന ഭാഗത്ത്. അതേതാ രാത്രിയുടെ അവസാന ഭാഗം? ഏതാ അത്? ഏകദേശം രാത്രി 3 ഭാഗമാക്കിയാൽ ഒരു 2 മണി മുതൽ സുബഹി വരെ അത്താഴ സമയത്ത് അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടെന്നാണ്. എന്നിട്ടോ അല്ലാഹു അവിടെ നിന്ന് പറയുന്നുണ്ട്, മയ്യദൂനി ഫഅസ്തജീബ ലഹ്. രാത്രിയുടെ യാമങ്ങളിൽ, അത്താഴ സമയങ്ങളിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ബാത്റൂമിൽ ചെന്ന് വുളൂ ചെയ്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എന്നോട് പറയാനുണ്ടോ? മയ്യദൂനി, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫഅസ്തജീബ ലഹ്, ഞാൻ ഉത്തരം തരാം. എല്ലാ രാത്രിയിലും സുബഹ് അത്താഴ സമയത്ത് അല്ലാഹു പറയുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നില്ല, നമ്മളിത് അറിയുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഈ സമയത്ത് റബ്ബിനോട് ചോദിക്കുക. ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, രോഗം ശിഫയാവാൻ, കടങ്ങൾ വീടാൻ, മക്കളെ സാലിഹീങ്ങളാക്കാൻ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ ഈ ഒരു സമയത്ത് റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് കാത്തിരിക്കുകയാണ്, ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യട്ടെ. അല്ലാഹു പറയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ദുആ ചെയ്യാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ജീവിതത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് റബ്ബിനോട് ചോദിക്കുക. അല്ലാഹു പറഞ്ഞ വിഷയമാണ്, ഇതിൽ സംശയിക്കരുത്. ഇത് സംശയിക്കുമ്പോൾ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ സ്വഹീഹായ ഹദീസാണ്, മുത്തഫഖുൻ അലൈഹിയാണ്. ഇതിൽ സംശയം ഉണ്ടാവരുത്. ജീവിതത്തിൽ ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നേരെ തഹജ്ജുദിന് എണീറ്റിട്ട് റബ്ബിനോട് പറയാം, മയ്യസ്അലുനി, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഫഅഉതിയ, ഞാൻ നിങ്ങൾക്ക് നൽകാം. വേണ്ടത് ചോദിച്ചോ. വേറെ ഹദീസിൽ വരുന്നുണ്ട് എന്തൊക്കെ ചോദിക്കാം, എന്തൊക്കെ ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം. ആർക്കെങ്കിലും എന്നോട് പാപമോചനം തേടാനുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ, ഗതകാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ സർവശക്തനായ റബ്ബിനോട് പറയാനുണ്ടോ? ഞാൻ പറയട്ടെ, ഈ വരുന്ന ജനുവരി 1 ഹാപ്പി ന്യൂ ഇയർ ആയി ആഘോഷിക്കാൻ, സെലിബ്രേറ്റ് ചെയ്യാൻ ചില ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്ങനെയാണ് ആ സമയത്ത് ആഘോഷിക്കാൻ പറ്റുക? എങ്ങനെയാണ് ആ സമയം ആഘോഷിക്കുക? റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നത് പോലെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റുമോ? എന്റെ ബിദ്അത്തുകാർ ഇതിനെതിരെ ശബ്ദിക്കാത്തത്, ഇതിനെതിരെ ഒച്ച വെക്കാത്തത്, ഇതിനെതിരെ വീഡിയോകൾ ഉണ്ടാക്കാത്തത്, ഇതിനെതിരെ കവല പ്രഭാഷണങ്ങൾ ഉണ്ടാക്കാത്തത്, റബീഉൽ അവ്വലിൽ നടക്കുന്ന ആഘോഷങ്ങൾ അത് പാടില്ല എന്നും ശിർക്ക് എന്നും ബിദ്അത്ത് എന്നും പറയുന്ന ആളുകൾ എന്തേ ഈ ഒരു ആചാരത്തിനെതിരെ ശബ്ദിക്കാത്തത്? എന്താണ് റബീഉൽ അവ്വലിൽ നമ്മൾ ചെയ്യുന്നത്? എന്താ?
റബീഉൽ അവ്വൽ എന്തിനാണ് നമ്മൾ ആഘോഷിക്കാനുള്ള കാരണം എന്താ? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. നമ്മൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്ത മാസമാണത്. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ലഖദ് മന്നല്ലാഹു, അല്ലാഹു അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്തു തന്ന, വർഷിച്ചു തന്ന ദിവസമാണ്, മാസമാണ് റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കണ്ടേ? ആ ആഘോഷത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഭക്ഷണം നൽകുന്നു. നിങ്ങൾ ഭക്ഷണം നൽകിയാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സന്തോഷത്തോടെ സ്വർഗ്ഗത്തിൽ പോകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ഹബീബിന്റെ പേരിൽ മദ്ഹ് ചൊല്ലുന്നുണ്ട്. ഹബീബിന്റെ പേരിൽ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ഹബീബിന്റെ പേരിൽ മൗലീദ് പാരായണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരികളെ, 2016 കഴിഞ്ഞ് 2017 കടന്നു വരുമ്പോ എങ്ങനെയാണ് നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നത്? അതെങ്ങനെയാണ് ആഘോഷമാക്കുന്നത്? അത് സന്തോഷിക്കേണ്ട ദിവസമാണോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ലാ യഅതി അലൈക്കും ആമുൻ ഇല്ലാ വല്ലദീ ബഅദഹു വശർറ മിൻ. ഒരു വർഷം നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ 2017 നിങ്ങളിലേക്ക് വരാണ്. 2016 നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ 2017 16 മോശമാണ്. ഒരു മോശപ്പെട്ട സംഭവം നമ്മൾ എങ്ങനെ ആഘോഷിക്കുക? ഒരാൾ മരിച്ചാൽ 3 ദിവസമാണ് ദുഃഖാചരണം. മരണം ഒരു വിഷമമുള്ള വിഷയമാണ്, ദുഃഖമുള്ള കാര്യമാണ്. പക്ഷേ 3 ദിവസത്തെക്കാൾ കൂടുതൽ ആചരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു വിഷമം പിടിച്ചൊരു അവസ്ഥ 2016 2017 എത്രയോ മഹത്വമുള്ള വർഷമാണ്. 2017 2016 എത്രയോ മോശപ്പെട്ട വർഷമാണ്. ഇല്ലല്ലദീ ബഅദഹു അശർറ മിൻ. ഇതിന് ശേഷമുള്ളത് ഇതിനേക്കാൾ മോശമായിട്ടില്ലാതെ നിങ്ങളിലേക്ക് കടന്നു വരൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധ റസൂലുള്ളാഹ്. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു ഷർറിനെ എങ്ങനെ ആഘോഷിക്കുക? ഷർറിനെ ആഘോഷിക്കാൻ പറ്റുമോ? ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ മക്കളുടെ ബർത്ത്ഡേകൾ, നമ്മുടെ ഫാമിലിയിലുള്ള പല ആളുകളുടെയും ബർത്ത്ഡേകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് അത് സെലിബ്രേറ്റ് ചെയ്യുക? ആ ദിവസം നാട്ടുകാരൊക്കെ വിളിച്ച് ഭക്ഷണം നൽകി നല്ലൊരു ഫാത്തിഹയും മൗലിദൊക്കെ ഓതി ദുആ ചെയ്യും. പടച്ചോനെ, എന്റെ മകന് നീ ദീർഘായുസ് നൽകി റബ്ബേ, എന്റെ മകന് നീ ബുദ്ധിശക്തി നൽകി റബ്ബേ, എന്റെ മകന് നീ സ്വാലിഹീങ്ങളിൽ പെടുത്തു റബ്ബേ എന്നല്ലാതെ പാശ്ചാത്യന്റെ വെസ്റ്റേൺ ആളുകളുടെ ആ ഒരു കേക്കൊക്കെ മുറിച്ച് നമ്മൾക്ക് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും? എന്റെ കാരണം എന്തേ? ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് ഒരു ചവിട്ടടി അടുത്തു എന്നതിന്റെ ലക്ഷണമാണ്.